കർക്കിടക മാസത്തിന് തുടക്കമായി. ഇനി കേരളത്തിലെ ക്ഷേത്രങ്ങളിലും ഭവനങ്ങളിലും രാമായണശീലുകൾ മുഴങ്ങും. അക്ഷരവും അറിവും കവിതയുമെല്ലാം ഉൾക്കൊണ്ടതാണ് രാമായണം. ജാതി മത ലിംഗമന്യേ എല്ലാവർക്കും രാമായണം പാരായണം ചെയ്യാം. രാമായണത്തിൽ സയൻസ് ഉണ്ട്. പുഷ്പക വിമാനവും സേതുബന്ധനവും അതിന് ഉദാഹരണമായി പറയപ്പെടുന്നു. രാമായണത്തിലെ സയൻസ്. ശാസ്ത്രീയമായ ഒട്ടനവധി കാര്യങ്ങൾ അതിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ രാമായണത്തിൽ. എന്നാൽ അതിലുപരി ഇതിൽ കോർത്തിണക്കാവുന്നത് അനേകം മൂല്യങ്ങളാണ്. ഇത് ആന്തരികമായി രാമായണ വായന നമ്മളെ ആന്തരികമായ ഒരു പ്രക്രിയയാണ്. ആന്തരികമായി നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ സഹായിക്കുന്ന ഒരു പ്രക്രിയയായിട്ടാണ് എനിക്ക് രാമായണ വായനയെ തോന്നുന്നത്. ഇപ്പൊ ശാസ്ത്രം ഞാൻ പറഞ്ഞു, ഇതിൽ സയൻസ് ഉണ്ട്. സയൻസ് ഉള്ളത് കൊണ്ടാണല്ലോ ഇതിനിപ്പോഴും പ്രസക്തി ഉള്ളത്. സയൻസ് എന്നുള്ളത് മനുഷ്യനെ ശരിയാണ് ജീവിക്കാൻ നമുക്ക് ഒട്ടനവധി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ രാമായണത്തെ പോലുള്ള ഗ്രന്ഥങ്ങൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളൊരു വലിയ സന്ദേശം നൽകുന്നുണ്ട്. അത് ഇന്നത്തെ തലമുറ അത് കാണാതെ പോകരുത്. കാരണം നമുക്ക് ഇന്ന് ജീവിത നിലവാരം ഉയർന്നു, ഇന്നെല്ലാം നേടിയെടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്, എല്ലാം നേടുന്നുമുണ്ട്. ഏതാഗ്രഹവും നമുക്ക് സാധിക്കാൻ പറ്റുന്നുണ്ട് നമുക്ക്. പക്ഷെ അതോടൊപ്പം തന്നെ നമ്മളുടെ സന്തോഷം നമ്മൾ ഇന്ന് അകന്നു പോവാണ്. ഹാപ്പിനെസ് എന്നുള്ള കാര്യം നമുക്കറിയില്ല, എങ്ങനെയാണ് സന്തോഷം എന്നുള്ളത്. എങ്ങനെ സന്തോഷം വരണമെന്നും ഇന്നത്തെ തലമുറയ്ക്ക് അറിയുന്നില്ല. അവരധികം സോഷ്യൽ മീഡിയയിൽ മറ്റുള്ളവരുടെ പോസ്റ്റ് കണ്ട് നമ്മളുടെ പോസ്റ്റുമായി താരതമ്യം ചെയ്തും എത്ര ലൈക്സ് കിട്ടിയെന്ന് നോക്കിയും അങ്ങനെ അവരുടെ ഒരു ജീവിതം എല്ലാവരുടെയും അല്ല, പക്ഷെ പറയുന്നത് ഒട്ടനവധി യങ് ജനറേഷന് ഇങ്ങനെ പറ്റിപ്പോകുന്നുണ്ട്. അവര് ഒന്നുമില്ലെങ്കിൽ ഗെയിമുകളിൽ പെട്ടുപോവുക, പലതരം ലഹരികളിൽ അടിമകളാവുക. അപ്പൊ അതിൻ്റെ എല്ലാം പിറകെ എന്തിൻ്റെയൊക്കെയോ പിറകെ പോവുക, പണത്തിന് പിറകെ പോവുക, സ്റ്റാറ്റസിന് പിറകെ പോവുക. ഇങ്ങനെയെല്ലാം പോയാൽ സന്തോഷം ഉണ്ടാകുന്നുണ്ടോ? എന്ന സന്തോഷം ഉണ്ടാകുന്നുമില്ല. അപ്പൊ ഇതെങ്ങനെയാണ് ഈ സന്തോഷത്തെ നേടിയെടുക്കാൻ കഴിയുന്നതെന്ന് രാമായണത്തിനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ, അത് വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. അതില് ഇപ്പൊ ശ്രീരാമന്റെ കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ, ശ്രീരാമൻ രാജാവായി നിയമിക്കപ്പെട്ട അല്ലെങ്കിൽ പിറ്റേ ദിവസം പട്ടാഭിഷേകം നടക്കേണ്ട ശ്രീരാമൻ പിറ്റേ ദിവസം അറിയുന്നത് കാട്ടിൽ പോകണമെന്നാണ്. അപ്പൊ ഇത്രയും ഇങ്ങനെയുള്ള ഒരു പരീക്ഷണം വന്നപ്പോഴും ശ്രീരാമൻ അതിനെ വളരെ എൻ്റെ കടമയാണ് എന്നാണ് അതിനെ കണ്ടത്. ഇപ്പൊ ജീവിതത്തില് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സാഹചര്യങ്ങളെ നമ്മൾ എങ്ങനെ നേരിടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് പല കുട്ടികൾക്കും ഒരു പെട്ടെന്നുള്ള ഒരു അടി നേരിടാൻ കഴിയുന്നില്ല. അവർ പലവരും ആത്മഹത്യക്കൊക്കെ മുതിരുകയാണല്ലോ. ഇത് മനസ്സിലാക്കിയാൽ ഏത് പ്രതിസന്ധിയെയും നേരിടാനുള്ള ഒരു കഴിവ്, റെസീലിയൻസ് എന്നതിന് ഇംഗ്ലീഷിന് പറയും, അത് രാമായണത്തിൽ നമുക്ക് ആർജിക്കാവുന്നതാണ്. ഇപ്പൊ ഭരതന്റെ കാര്യം നോക്കുകയാണെങ്കിലും, ഭരതൻ ഇങ്ങനെ ഒരു അധികാരം കയ്യിൽ വന്നപ്പോൾ അതിനേക്കാട്ടിലുപരി ധർമ്മത്തിനാണ് പ്രാധാന്യം കൊടുത്തത്. പിന്നെ ലക്ഷ്മണന്റെ സഹോദര സ്നേഹം, അങ്ങനെ നമുക്ക് ഓരോരുത്തരിലും കാണാൻ കഴിയും. ഇപ്പൊ ശ്രീരാമൻ ജനിച്ചത് അയോധ്യയിലാണ് അല്ലെ. അയോധ്യയിൽ എന്ന് പറഞ്ഞാൽ അവിടെ യുദ്ധമില്ലാത്ത സ്ഥലം, എല്ലാവരും സമാധാനത്തോടെ കഴിയുന്ന ഒരു സ്ഥലം. അവിടെ ദശരഥന്റെ പുത്രനായാണ് ശ്രീരാമൻ ജനിച്ചത്. ദശരഥൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പേരിന് തന്നെ ഒരു അർത്ഥമുണ്ട്. എന്ന് വെച്ചാൽ മനസ്സിന്റെ എല്ലാ ആഗ്രഹങ്ങളെയും നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരാളാണ് ദശരഥൻ. എല്ലാത്തിനെയും കൺട്രോൾ ഉള്ളിന്റെ ഉള്ളില്, എല്ലാ ആഗ്രഹങ്ങളുടെയും എല്ലാ ചിന്തകളുടെയും കൺട്രോള് അവനവനിലുള്ള ഒരാളാണ് ദശരഥൻ. ആ ദശരഥന്റെ മകനായിട്ടാണ് ശ്രീരാമൻ ജനിച്ചത്. അപ്പൊ ഇത്രയും ഉന്നത കുലജാതനാണ് അല്ലെ. എന്നിട്ടും 14 വർഷം കാട്ടിലും ഒക്കെ ജീവിച്ചു. പിന്നെ ശ്രീരാമന്റെ ജീവിതത്തിന് വഴിത്തിരിവായത് വന്നത് ശരിക്കും സീതയെ കല്യാണം കഴിച്ചപ്പോഴാണ്. സീതയെ കല്യാണം കഴിച്ചില്ലായിരുന്നുവെങ്കിൽ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു രാമായണ കഥ പോലും ഉണ്ടാകില്ലായിരുന്നു. രാമന്റെ ഈ അയനം, രാമന്റെ ഈ ഗ്ലോറി പൂർത്തിയാകുന്നത് സീതയെ കൂടെ ജീവിതത്തിൽ വന്നപ്പോഴാണ്. സീത വന്നു, സീതയെ ഒരുമിച്ച് ഇവര് വനവാസത്തിന് പോകുന്നു. അവരവിടെ പോയിട്ട് അവര് നേരിട്ട പരീക്ഷണം, അവിടെയും അതെ, അവിടെ മാരീചന്റെ രൂപത്തില് ഒരു ആഗ്രഹമാണ് സീതയ്ക്ക് തോന്നിയത്. ഡിസയർ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് അന്ധരായി പോവുകയാണ്. അതുവരെയുള്ള സീതയല്ല പിന്നെ നമ്മൾ കണ്ടത്. സീത ദേഷ്യപ്പെട്ട് നമ്മൾ കണ്ടു. വളരെയധികം രോഷാകുലയായിട്ടാണ് സീത സംസാരിച്ചത് ശ്രീരാമനോട്. ഞാൻ വേറെ ഒന്നും ചോദിച്ചില്ലല്ലോ, എനിക്ക് ആ ഒരു മാനിനെ വേണം, സ്വർണ്ണമാനിനെ വേണം എന്നല്ലേ ചോദിച്ചുള്ളൂ, ഞാൻ വേറെ ഒന്നും ചോദിച്ചില്ലല്ലോ, നിങ്ങൾക്ക് അതുപോലെ എനിക്ക് കൊണ്ടുതരാൻ സാധിക്കുന്നില്ലേ എന്നെല്ലാം പറഞ്ഞ് ശ്രീരാമനെ ദേഷ്യപ്പെടുന്ന, ശ്രീരാമനോട് കയർത്ത് സംസാരിക്കുന്ന സീതയെ നമ്മൾ ഇതിൽ കാണുന്നുണ്ട്. അപ്പോഴാണ് ശ്രീരാമൻ ശരി എന്നാ ഞാൻ പോകാം,
കുറെ പറഞ്ഞു നോക്കും, അതല്ല, അത് ശരിയല്ല, അതിലെന്തോ കള്ളത്തരമുണ്ട്. പക്ഷെ ആഗ്രഹം വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാം പരിസരവും ഒക്കെ മറക്കുകയാണ്. ഇന്നത്തെ തലമുറയ്ക്കും അതങ്ങനെയല്ലേ സംഭവിക്കുന്നത്. എന്തിൻ്റെങ്കിലും ഒരു പിറകെ പോയി തുടങ്ങുമ്പോൾ ഒരു തീവ്രമായ ഡിസയർ വരുമ്പോൾ നമ്മൾ ബന്ധങ്ങൾ പോലും മറക്കുകയാണ്. ലസ്റ്റിലൊക്കെ ചെന്ന് പെടുകയാണ് നമ്മൾ. ചില മോഹങ്ങളിലൊക്കെ ചെന്ന് പെട്ട് എല്ലാ കടമകളിൽ നിന്നും നമ്മൾ മാറി മാറി പോവുകയാണ്. ഇപ്പൊ മയക്കുമരുന്നൊക്കെ അതിൽ തന്നെ എക്സാമ്പിളാണ്. അച്ഛനമ്മമാരെ നോക്കാൻ തോന്നുന്നില്ല, പണത്തിന് പിറകെ പോകുന്നു, സ്റ്റാറ്റസിന് പിറകെ പോകുന്നു. അങ്ങനെ സീത ഈ ഡിസയറിന് പിറകെ സീത രാമനെ വിട്ടു. അത് കഴിഞ്ഞിട്ടും ലക്ഷ്മണൻ ലക്ഷ്മണ രേഖ വരച്ചിട്ട് സീതയോട് പറയുന്നുണ്ട്, ഇവിടെ നിൽക്കൂ ചേട്ടത്തി, ഞാൻ പോയി അന്വേഷിച്ചു വരാം. ശ്രീരാമന്റെ കരച്ചിൽ കേട്ട് സീത വിഷമിക്കുമ്പോഴും ലക്ഷ്മണൻ പറയുന്നുണ്ട്, അത് എൻ്റെ ഏട്ടനല്ല, ഇതിലും അത്രയധികം രാക്ഷസന്മാര് വന്നാൽ പോലും ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ആളാണ്, പിന്നെയാണ് ഒരാളെ എന്ന് ലക്ഷ്മണൻ പറയുമ്പോൾ പോലും അത് കൂസാക്കുന്നില്ല. അത് കേൾക്കാതെ സീത അപ്പോ തിരിച്ച് ലക്ഷ്മണനോടും കയർക്കുന്നുണ്ട്. ഇതായിരുന്നോ നിന്റെ മനസ്സിൽ, ഇതായിരുന്നോ നിന്റെ ചിന്ത എന്ന് വരെ ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് ലക്ഷ്മണൻ അവിടെ നിന്ന് ഇറങ്ങിത്തിരിക്കുന്നതും. പിന്നെ അവിടെയും അതെ, പിന്നെ വരുന്നത് രാവണൻ വന്ന് ഒരു ഭിക്ഷാന്തേഹിയുടെ രൂപത്തിൽ വന്ന് തട്ടിക്കൊണ്ടു പോവുകയാണ്. അപ്പൊ ഈ ഡിസയർ എന്നുള്ളതാണ് ഞാനിപ്പോ പറയാൻ ഉദ്ദേശിച്ചത്. ആ ഒരു പോയിന്റ് ആയിരുന്നു. അതാണ് ഈ പ്രധാനപ്പെട്ട ഒരു നിർണായക ഒരു വഴിത്തിരിവായി മാറിയത്. രാമായണത്തിലെ ഈ സീതയെ അപഹരിച്ചു കൊണ്ടുപോയതാണല്ലോ. അങ്ങനെ അന്ന് ലങ്കയിലേക്ക് പോയി. ലങ്കയിലേക്ക് പുഷ്പവിമാനത്തിൽ രാവണൻ കൊണ്ടുപോയി. ലങ്ക എന്ന് പറയുന്ന സ്ഥലം എന്ന് വെച്ചാൽ അവിടെ വെളുപ്പാങ്കാലം തൊട്ട് അവിടുത്തെ സ്ത്രീകൾ മദ്യപിക്കുന്നു എന്നാണ് പറയുന്നത്. രാമായണത്തിൽ പറയുന്നുണ്ട് 4 മണി 5 മണിക്ക് തൊട്ടേ മദ്യം കഴിക്കുന്നവരാണ്. അപ്പോൾ അവർക്കൊന്നും ബോധമില്ല, മെറ്റീരിയലിസ്റ്റിക് വേൾഡിലാണ്. അവിടെ എല്ലാ സുഖങ്ങളും ഉണ്ട്, ആർക്കും ജോലിക്കൊന്നും പോണ്ട, എല്ലാവരും സുഖമായി ജീവിക്കണം. അപ്പൊ പിന്നെ വേറെ ലക്ഷ്യങ്ങളില്ലാതെ പോയി, ലക്ഷ്യബോധമില്ലാതെ പോയി എന്നാണ് പറയുന്നത്. ലങ്കയിൽ സുഖങ്ങൾ കൂടിപ്പോയി. അതും നമ്മുടെ തലമുറയ്ക്ക് സംഭവിക്കുന്നില്ലേ? എല്ലാ സുഖങ്ങളും വന്നു ചേരുമ്പോൾ ലക്ഷ്യബോധമില്ലാതെയായി പോവുക. ഇപ്പൊ ശരിക്കും രാവണനും അതുമായിരിക്കാം സംഭവിച്ചിട്ടുണ്ടാവുക. രാവണന് 10 തലയുണ്ട് എന്ന് പറയുന്നത് ദശരഥന്റെ നേരെ ഓപ്പോസിറ്റാണ്. രാവണനെ സംബന്ധിച്ചിട്ട് ഈ 10 തലകളും രാവണന്റെ മോഹങ്ങളും രാവണനെ കൺട്രോൾ ചെയ്യാൻ കഴിയാതെ പോയുന്ന രാമന്റെ മോഹങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. അപ്പോൾ അത് അടിച്ചമർത്താൻ കഴിഞ്ഞില്ല. മറ്റൊരു പുരുഷന്റെ ഭാര്യയോട് തോന്നിയ പ്രണയം അത് കൺട്രോൾ ചെയ്യാൻ രാവണൻ സാധിച്ചില്ല, അല്ലെ? അപ്പോൾ ഇങ്ങനെ കൊണ്ടുവന്ന സീത, അപ്പോഴാണ് സീത തിരിച്ചറിഞ്ഞത് ഇങ്ങനെ ഒരു ലോകത്തിലേക്ക് ഞാൻ കയറില്ല എന്ന് തീരുമാനിച്ച. കൊട്ടാരത്തിലേക്ക് പോലും കടന്നു പോകാതെ എവിടെ ഇരുന്നത്? ഒരു മരത്തിന്റെ ചോട്ടിലിരുന്നു. അശോക മരത്തിന്റെ ചോട്ടിലാണ് പിന്നീട് സീത താമസിച്ചത്. പിന്നെ ഹനുമാന്റെ കാര്യം പറയുവാണെങ്കിൽ ഹനുമാന്റെ ഭക്തി, ഹനുമാൻ എന്തിനു വേണ്ടിയിട്ടാണ്? സെൽഫ്ലെസ് ആയിട്ടുള്ള ഹനുമാനന്റെ പ്രവൃത്തിയാണ്. ഹനുമാൻ എന്തിനു വേണ്ടിയായിരുന്നു ശ്രീരാമനെയും ലക്ഷ്മണനെയും ശ്രീരാമനെയും സീതയെയും ഒക്കെ ഇത്രയും സേവിച്ചത്, അല്ലെങ്കിൽ ഇതിന് ഇത്രയും കൂട്ടുനിന്നത്, ഇത്രയും ബുദ്ധിമുട്ടി അവിടെ വരെ പോയി, ലങ്കയിൽ പോയി മോതിരം കണ്ടു കൊടുക്കാനും അതിനൊക്കെ എന്തിനാ, മോതിരം തിരിച്ചു കൊണ്ടുവരാനും ഒക്കെ എന്തിനാണ് പിരിഞ്ഞത്? അത് സെൽഫ്ലെസ് ലവ് ആണ്, സെൽഫ്ലെസ് സാക്രിഫൈസ് ആണ്. ഇന്ന് പലവർക്കും ഇല്ലാതെ പോകുന്നത് അതാണ്. എന്ത് സഹായം ചെയ്യുമ്പോഴും നമ്മൾ എന്തൊക്കെയോ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഹനുമാൻ ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല, ഒന്നും പ്രതീക്ഷിക്കാതെ ചെയ്തതാണ്. അതുപോലെ തന്നെയാണ് സുഗ്രീവനും. പക്ഷെ ബാലി നേരെ വിപരീതമായിരുന്നു. അപ്പൊ ഇങ്ങനെ കോൺട്രാസ്റ്റുകൾ നമ്മൾ ഇതിൽ ധാരാളം കാണുന്നുണ്ട്. ഓരോ വ്യക്തികളുടെയും സ്വഭാവങ്ങളെ തമ്മിൽ നമുക്ക് ഇങ്ങനെ കോൺട്രാസ്റ്റ് ചെയ്ത് നമുക്ക് കൂടുതൽ ആലോചിച്ചും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അച്ഛനമ്മമാരോടുള്ള ബഹുമാനം, സഹോദരരോടുള്ള സ്നേഹം, ഉത്തരവാദിത്വം, ഇങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ രാമായണത്തിൽ നിന്ന് പെറുക്കി എടുക്കാവുന്നതാണ്. കർക്കിടക മാസത്തിന് തുടക്കമായി. ഇനി കേരളത്തിലെ ക്ഷേത്രങ്ങളിലും ഭവനങ്ങളിലും രാമായണ ശീലുകൾ മുഴങ്ങും. അക്ഷരവും അറിവും കവിതയുമെല്ലാം ഉൾക്കൊണ്ടതാണ് രാമായണം. ജാതി മത ലിംഗമന്യേ എല്ലാവർക്കും രാമായണം പാരായണം ചെയ്യാം. രാമായണത്തിൽ സയൻസ് ഉണ്ട്. പുഷ്പക വിമാനവും സേതുബന്ധനവും അതിന് ഉദാഹരണമായി പറയപ്പെടുന്നു. രാമായണത്തിലെ സയൻസ്